നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 ഏപ്രിൽ മാസം 10-ാം തീയതി, അതായത് കൊല്ലവർഷം 1200, മീനം 27-ാം തീയതി. കൊല്ലവർഷം 1200-ാം ആണ്ട് മീനമാസം 27-ാം തീയതി, ശകവർഷപ്രകാരം 1947-ാം ആണ്ട് ചൈത്രമാസം 20-ാം തീയതി, ഉത്തരായന കാലം, വസന്ത ഋതുവിൽ, ശുക്ലപക്ഷ ത്രയോദശിയിൽ പൂരം നക്ഷത്രം വരുന്ന ദിവസം. ഈ പൂരം നക്ഷത്രം വരുന്ന ദിവസം, അതായത് പൂരത്തിൻ്റെ അവസാനമാവുമ്പോഴേക്കും, അതായത് ഒരു ഉച്ച തിരിയുമ്പോഴേക്കും ഉത്രം തുടങ്ങും. എന്നിരുന്നാൽ പോലും ഉത്രം എന്ന് പറയുന്നത് നമ്മൾ 11-ാം തീയതിയാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ പൂരത്തിൻ്റെ അവസാന ഭാഗവുമാണ്, ഉത്രത്തിൻ്റെ തുടക്കവും വരും. അതായത് ചിങ്ങൻ രാശിക്കാരാണ്. ത്രയോദശി എന്ന് പറയുമ്പോൾ ശിവഭഗവാന്റെ പ്രദോഷമായിട്ട് നമ്മൾ കണക്കാക്കുന്ന ദിവസമാണ്. അപ്പം പ്രദോഷമാണ്, വ്യാഴാഴ്ചയാണ്. അപ്പം കഴിയുന്നതും മഹാവിഷ്ണുവിനെയും മഹാദേവനെയും ഒന്നുപോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്ന പൂരം നക്ഷത്രമായതുകൊണ്ട് ഭദ്രയെയും കൂടി ശൈവ വൈഷ്ണവ ശാക്തേയ രീതിയിലുള്ള പൂജകളും പ്രാർത്ഥനകളും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ദിവസമാണ് വ്യാഴാഴ്ചയായ 10/4/2025. ഈ ദിവസം ഉദയം വന്നിരിക്കുന്നത് 6:21 AM-നും സൂര്യാസ്തമനം വന്നിരിക്കുന്നത് 6:32 PM-നും, രാഹുകാലം 1:57 മുതൽ 3:29 വരെയും, ഗുളിക കാലം 9:23 മുതൽ 10:54 വരെയും, യമകണ്ഠകാലം രാവിലെ 6:20 മുതൽ 7:52 വരെയുമാണ്. അഭിജിത്ത് മുഹൂർത്തമാകട്ടെ 12:02 മുതൽ 12:24 വരെയും, 12:28 മുതൽ 12:50 വരെയുമാണ്. ചന്ദ്രാഷ്ടമം വരുന്നത് മകരം രാശിക്കാർക്കാണ്. ഈ ദിവസത്തെ ഗ്രഹനില ഒന്ന് നമുക്ക് പരിശോധിക്കാം. സൂര്യൻ മീനത്തിലും, ചന്ദ്രൻ ചിങ്ങത്തിലും, ചൊവ്വ കർക്കിടകത്തിലും, ബുധൻ മീനത്തിൽ തന്നെ, ഗുരു ഇടവത്തിലും, ശുക്രനും മന്ദനും സർപ്പിയും മീനൻ രാശിയിലും, കേതു കന്നിയിലും, ഉദയം വന്നിരിക്കുന്നത് മീനൻ രാശിയിലുമായിട്ടാണ്. അപ്പം ഈ ദിവസത്തെ രാശിചക്രപ്രകാരം 27 നക്ഷത്രക്കാർക്കും ഉണ്ടാകാവുന്ന ഗുണഫലങ്ങൾ എന്തൊക്കെയൊന്ന് നമ്മൾ പരിശോധിക്കാം. എല്ലാവർക്കും, എല്ലാ നക്ഷത്രക്കാർക്കും അനുയോജ്യമായ, അവർക്ക് സംഭവിക്കാവുന്ന ഏറ്റവും ഉത്തമമായ കാര്യങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ കൊണ്ടുപോകാം, ദിവസത്തിൻ്റെ പ്രാധാന്യമനുസരിച്ചുകൊണ്ട് ദിവസം എന്തെല്ലാം പ്രാർത്ഥനകൾ ചെയ്തുകൊണ്ട് നമുക്ക് ദിവസം ഏറ്റവും ഗുണകരമാക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. മേടം രാശി. രാഷ്ട്രീയ പ്രവർത്തകർക്ക് സംഘടനാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ പറ്റുന്ന അവസരമാണ്. സുഖഭോഗങ്ങൾക്ക് വേണ്ടി ധാരാളം പ്രയത്നങ്ങൾ നടത്തും. സ്പോർട്സ്മാൻമാർക്ക് ഈ ദിവസം അനുകൂലമാണ്. പുതിയ വീട്, വാഹനം ഇവയൊക്കെ വന്ന് ചേരുന്നതിനുള്ള ആലോചനകൾ ഉണ്ടാകും. പല കാര്യങ്ങളും വളരെ ആവേശത്തോടെ നിറവേറ്റുന്നത് കാരണം വൈവാഹിക ജീവിതത്തിൽ അല്പം അസ്വാരസ്യങ്ങൾ ഉണ്ടാകാം. ബാങ്കിങ് ജീവനക്കാർക്ക് അനുകൂല സമയമാണ്. തൊഴിലുകളിൽ നിന്നും കൂടുതൽ വരുമാനം പ്രതീക്ഷിക്കാം. വീട് വാങ്ങുന്നതിനോ അല്ലെങ്കിൽ അത് പണിയിക്കുന്നതിനോ എന്ത് ചെയ്യണമെന്നുള്ള ഒരു ആലോചന ഉണ്ടാകും. ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കും. ഭൂമി വാങ്ങണമെന്നുള്ളവർക്ക് അതിനുള്ള അവസരം വന്നു ചേരും. ഉന്നത പദവിയിലുള്ള വ്യക്തികളുമായി ബന്ധപ്പെടാൻ അവസരമുണ്ടാവുകയും അത് തൻ്റെ കരിയറിലേക്ക് പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുകയും ചെയ്യും. കലാപ്രവർത്തനം മുഖേന ധന ആഗമം പ്രതീക്ഷിക്കാം. കളവിനും വഞ്ചനയ്ക്കും അറിയാതെ ഇടയിൽ പെട്ടുപോകാൻ, കളവിനും വഞ്ചനയ്ക്കുമൊക്കെ ഒരു പാത്രമാകി തീരാനായിട്ട് ആരുടെയെങ്കിലും ചതിയിലൂടെ നമ്മളും അതിന് കൂട്ടു നിൽക്കേണ്ടതായ ഒരു സാഹചര്യം വന്നു ചേരും.
വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കി എല്ലാം ഒരു വട്ടം കൂടി ആലോചിച്ചതിന് ശേഷം മാത്രം പുതു സംരംഭങ്ങളിൽ ഏർപ്പെടുക. സഹോദരന്മാരുടെ സഹായത്തോടെ ചില ഏജൻസികളൊക്കെ തുറക്കുന്നതിനുള്ള ആലോചനയും ഉണ്ടാകും. ഏത് തൊഴിലുള്ളവർക്കും ആ രംഗത്ത് അല്പ ഉയർച്ച വന്നു ചേരുന്ന ദിവസമാണ്. ദൂരയാത്രകൾ ആവശ്യമായി വരും. അപ്രതീക്ഷിതമായി അധ്വാനിക്കാത്ത പണം കൈവശം വന്നു ചേരും. സർക്കാർ ആനുകൂല്യങ്ങൾക്ക് കാലതാമസം നേരിടും. വാഹനങ്ങൾക്ക് ചില്ലറ റിപ്പയറുകൾ ആവശ്യമായി വരും. പൊതുവെ പറഞ്ഞാൽ അല്പം ശ്രദ്ധിച്ചാൽ വളരെ ഗുണഫലം തരുന്ന ദിവസമാണ്. വ്യാഴാഴ്ചയായതുകൊണ്ട് ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹം തേടുന്നത് വളരെ നന്നായിരിക്കും. ദൈവാധീനം വർദ്ധിക്കുന്ന ദിവസമാണ്. മഹാവിഷ്ണുവിനെയും മഹാദേവനെയും ഒന്നുപോലെ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ടിറങ്ങുക. പ്രദോഷം നോക്കാൻ പറ്റുന്നവർ പ്രദോഷവ്രതമെടുക്കുക. സന്താനങ്ങളുടെ അഭിവൃദ്ധിക്കായിട്ട് വ്യാഴാഴ്ച വ്രതമെടുക്കുന്നത്, അതായത് മീനമാസത്തിലെ ഒടുവിലത്തെ വ്യാഴാഴ്ചയാണ്. ആദ്യത്തെ മുപ്പട്ടി വ്യാഴാഴ്ച എടുക്കുന്നവർക്ക് അങ്ങനെയാവാം. അതായത് സന്താനങ്ങളുടെ സൽഗുണങ്ങൾക്കായി കഴിയുന്നവരെല്ലാം വ്യാഴാഴ്ച വ്രതം എടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ മീനമാസത്തിലെ അവസാനത്തെ വ്യാഴാഴ്ചയാണ്. കഴിയുമെങ്കിൽ വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. എല്ലാ സ്ഥലത്തും ശബരിമലയിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്നു. നാളെ ആറാട്ടാണ്, 11-ാം തീയതി ഉത്രം ആറാട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ധർമ്മശാസ്താവിനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ കോടിയർച്ചന കഴിഞ്ഞു. ഇപ്പോൾ വടക്കവർത്ത് പാട്ടിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. അതിൻ്റെ കൊണ്ട് തന്നെ അപ്പോൾ അതിനായിട്ടും വൈക്കത്തപ്പൻ്റെയും കൊടുങ്ങല്ലൂരമ്മയുടെയൊക്കെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. വിഷ്ണു ഭഗവാന് കഴിയുമെങ്കിൽ ഒരു തുളസിയിലെങ്കിലും വെച്ച് മനസ്സുകൊണ്ട് ഓം നമോ നാരായണായ എന്ന് ജപിക്കുന്നതും നല്ലതാണ്. ഒരു 11 പ്രാവശ്യമെങ്കിലും ഓം നമോ നാരായണ, അതുപോലെ ഒരു 108 പ്രാവശ്യം ഓം നമ ശിവായ. പിന്നെ പൂരം നാളായതുകൊണ്ട് ശക്തമായിട്ട് ഉപാസനയൊക്കെ ചെയ്യുന്നവർക്ക് അവരുടെ പ്രാർത്ഥനയിൽ അമ്മയെ ഭജിക്കുന്നതും നല്ലതാണ്. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായ കാര്യങ്ങൾ വന്നു ചേരുന്നതാണ്. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏത് തൊഴിലുള്ളവർക്കും അവരുടെ കർമ്മരംഗം വിപുലീകരിക്കുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും. പുതിയ ബിസിനസ് സംരംഭം തൽക്കാലമായി നിർത്തിവെക്കുന്നതാണ് നല്ലത്. അതിനുള്ള സാഹചര്യമാണ് വരുന്നത്. പക്ഷേ അത് പുതുക്കി, അതായത് നമ്മുടെ ബിസിനസ് പ്രവർത്തനത്തിൽ അല്പം മോഡിഫിക്കേഷനൊക്കെ വരുത്തിയിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒന്ന് നിർത്തിവെക്കുന്നത് നന്നായിരിക്കും. എല്ലാ പ്രവർത്തനങ്ങളിലും കാര്യശേഷി പ്രദർശിപ്പിക്കും. കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർക്ക് വരുമാനത്തിൽ വർധനവ് വന്നു ചേരും. പൂർവിക സ്വത്ത് അനുഭവയോഗമാകും. ഭൂമിയിൽ നിന്നുള്ള വരുമാനത്തിലൊക്കെ നല്ല വർധന ഉണ്ടാകും. ഷെയറുകളിൽ നിന്നുള്ള വരുമാനത്തിനും അല്പം ഇടിവ് സംഭവിക്കുമെങ്കിലും വൈകുന്നേരമാകുമ്പോഴേക്കും കളം മാറി വരുന്നതാണ്. തർക്കങ്ങളിലും വാദപ്രതിവാദങ്ങളിലും ഏർപ്പെടുവാനുള്ള പ്രവണതയുണ്ടാകും. ഗ്രന്ഥകർത്താക്കൾക്കും കലാപ്രവർത്തകർക്കും ആത്മീയ കാര്യങ്ങൾക്കായി പണം ചിലവഴിക്കുന്നവർക്കുമൊക്കെ അവരുടെ കഴിവുകൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുവാൻ പറ്റുന്ന സാഹചര്യം വന്നു ചേരും. പരസ്പരം ബന്ധമില്ലാത്ത വിവിധ പ്രവർത്തനങ്ങൾ മൂലം ജോലി തിരക്ക് അല്പം അനുഭവപ്പെടും. ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരും. അധ്വാനത്തിനനുസരിച്ച് പ്രതിഫലം ലഭിക്കാതെ വരും. എല്ലാ രംഗത്തും സ്വാതന്ത്ര്യവും അന്തസ്സും നിലനിർത്തും. വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. വിദ്യാഭ്യാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും വരുമാനമുണ്ടാകും. ജീവിത നിലവാരത്തിൽ ഉയർച്ചയുണ്ടാകും. വീട്ടിൽ ചില മംഗളകർമ്മങ്ങൾ നടക്കും. ശത്രുശല്യത്തെ നിർദാക്ഷിണ്യം പരാജയപ്പെടുത്തും. ചില പ്രധാന രേഖകൾ, പ്രമാണങ്ങൾ എന്നിവ കൈവശം വന്നു ചേരും. സംഭാഷണ ചാതുര്യം കൊണ്ടും പെരുമാറ്റ രീതി കൊണ്ടും ആരെയും ആകർഷിക്കാൻ കഴിയും. ധാരാളം എഴുത്തുകുത്തുകൾ നടത്തേണ്ടതായും വരും. സർക്കാരിനെ വിമർശിക്കാനുള്ള പ്രവണതയും ഉണ്ടാകും. ദൂരയാത്രകൾ നിർത്തിവെക്കേണ്ടതായി വരും. തറവാട് സംബന്ധമായ പ്രശ്നങ്ങളിൽ വ്യക്തിഗത തീരുമാനത്തിന് പ്രാധാന്യം നൽകുന്നതാണ്. എന്നിരുന്നാലും
വളരെ ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് മൂലം കാര്യങ്ങൾ ശുഭമായി വരുന്നതാണ്. രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മഹാവിഷ്ണുവിനെയും മഹാദേവനെയും പ്രാർത്ഥിക്കൂ. മഹാവിഷ്ണുവിന് വ്യാഴാഴ്ചയായതുകൊണ്ട് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത്, മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഒരു തുളസി ഇലയെങ്കിലും, ഒരു തുളസിമാലയോ ഒരു തുളസി ഇലയോ സമർപ്പിക്കുന്നത്, മനസ്സുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു തുളസി സമർപ്പിക്കുന്നത്, നെയ്ദീപം തെളിക്കുന്നത്, അതുപോലെ തന്നെ ത്രയോദശി അതായത് പ്രദോഷമായതിനാൽ മഹാദേവന് 108 നമഃശിവായ ജപിക്കുന്നത്, പൂരം നാളായതുകൊണ്ട് തന്നെ ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ വളരെ ഗുണഫലങ്ങൾ നൽകുന്നതാണ്. മിഥുനം രാശി. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന അതിലധികമായിട്ടുള്ള ആദായം ലഭിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകും. ഇപ്പം മണ്ണെടുത്ത് കൊടുക്കുക, അതുപോലെ കാർഷിക വിളയിലൂടെയുള്ള ലാഭങ്ങൾ, അതുപോലെ മരങ്ങളൊക്കെ മുറിച്ച് വിൽക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ലാഭം, പഴയ പ്രായമെത്തിയ മരങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് പുതിയ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കുമ്പോഴും ഒക്കെ അതിനൊക്കെ വഴിയൊക്കെ പണം വന്നു ചേരുവാനുള്ള സാധ്യത വന്നു ചേരുന്നു. ഹർജികളും നിവേദനങ്ങളും മാനിക്കപ്പെടും. വാഹനങ്ങളോ വീടോ വാങ്ങുന്നതിനുള്ള സാധ്യത തെളിഞ്ഞു വരും. വീട്ടിൽ പൂജാതി മംഗളകർമ്മങ്ങൾ നടക്കും. ജോലിസ്ഥലത്ത് പുതിയ ശത്രുക്കളെ സൃഷ്ടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരോടും കലുഷിതമായി സംസാരിക്കരുത്. എല്ലാ കാര്യത്തിലും വിശാല വീക്ഷണം നിലനിർത്തണം. എഴുത്തുകുത്തുകൾ ഫലവത്തായിത്തീരും. അകാരണമായ ചില കാരണങ്ങളാൽ ഭീതി നിഴലിക്കും. സന്താനങ്ങൾക്ക് ശ്രേയസ് വർദ്ധിക്കും. പലപ്പോഴും ശരിയായ മാർഗം വിട്ട് പ്രവർത്തിക്കുവാനുള്ള പ്രവണത ഉണ്ടാകും. മഹാദേവനെ മനസ്സറിഞ്ഞ് വിളിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക. സ്വന്തം വീടുപേക്ഷിച്ച് വാടക വീട്ടിലേക്ക് മാറേണ്ടതായ ഒരു സാഹചര്യം ഒരു ക്ഷിപ്രകോപം കൊണ്ട് വന്നു ചേരാം. പുതിയ വ്യക്തികളുമായി സൗഹൃദം പുലർത്താൻ സാധിക്കും. ഉപദേശവും നിർദ്ദേശവും ഒക്കെ ആയിട്ട് ഓരോരുത്തരും നമ്മളെ സമീപിച്ചെന്ന് വരും. അവരുടെയൊക്കെ വാക്കുകൾ കേൾക്കുക. തീരുമാനം അവനവൻ്റേതായിരിക്കണം. വീട്ടിൽ നടക്കുന്ന മംഗളകർമ്മങ്ങളിൽ മനസ്സന്തോഷത്തോടെ പങ്കെടുക്കുക. തറവാട് സ്വത്തിനെ പറ്റിയുള്ള പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കുക. അതുപോലെ തന്നെ ഏത് തൊഴിൽ രംഗത്തുള്ളവർക്കാണെങ്കിലും ആ രംഗത്ത് ഉയർച്ച ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തുന്നതിനും അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്നതിനുമുള്ള അവസരം വന്നു ചേരും. ഓരോ അവസരവും ഓരോ പുതിയ തന്ത്രമാണെന്നും അതിൽ വിജയിക്കേണ്ടത് അത്യാവശ്യമാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് വളരെ ചിട്ടയോടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മഹാദേവൻ്റെയും അതുപോലെ തന്നെ ശ്രീരാമസ്വാമിയുടെയും മഹാവിഷ്ണുവിൻ്റെയും ഒക്കെ അനുഗ്രഹത്താൽ ദിവസം കൂടുതൽ ശോഭനമായി തീരുന്നതാണ്. കർക്കിടകം രാശി. ധിഷണാപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. കാരണം ബുദ്ധി സാമർഥ്യം കൊണ്ട് പലതും നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കുവാൻ സാധിക്കും. ദൂരയാത്രകൾ ആസൂത്രണം ചെയ്യുന്നതാണ്. ചില വിലപ്പെട്ട രേഖകൾ നഷ്ടപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എവിടെ വെച്ചു എന്ന് എപ്പോഴുമുള്ള ഒരു മറവി ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. എക്സിക്യൂട്ടീവ് അധികാരമുള്ളവർക്ക് തങ്ങളുടെ പ്രവർത്തനത്തിൽ നന്നായി പ്രശോഭിക്കുവാൻ കഴിയും. പത്രപ്രവർത്തകർക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും വളരെ അനുകൂല സമയമാണ്. വിദ്യാഭ്യാസപരമായി വളരെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും പുതിയ കോഴ്സുകൾ തിരഞ്ഞെടുത്ത് പഠിക്കുന്നതിന് വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിക്കും. ബാങ്കിങ്, ഇൻഷുറൻസ് മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സാഹചര്യം വരികയും അല്പം വരുമാനം വർദ്ധിക്കുകയും ചെയ്യും. ജോലി നേടാനുള്ള അവനവൻ്റെ അധ്വാനം ഒരു പരിധിവരെ ഫലത്തിൽ എത്തും. പുതിയ ഭൂമി, വാഹനം എന്നിവ കൈവശം വന്നു ചേരുന്നതിനുള്ള യോഗവും കാണുന്നു. കുടുംബസുഖം അല്പം കുറഞ്ഞിരിക്കുമെങ്കിലും നഷ്ടപ്പെട്ടെന്ന് കരുതിയിരുന്ന വസ്തുക്കൾ തിരിച്ചു കിട്ടുമ്പോൾ എന്തെന്നില്ലാത്ത മനസ്സമാധാനം വരും. വാക്കുകൾ എല്ലാ കാര്യങ്ങളിലും ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഗ്രഹത്തിൽ നടക്കുന്ന പൂജാതി മംഗളകർമ്മങ്ങളിൽ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും.
ജോലിക്ക് വേണ്ടി പണം ചിലവഴിക്കുന്നത് വളരെ ആലോചിച്ച് ചെയ്യണം. അതിൽ നിന്നും നമുക്ക് ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ എന്നാൽ വ്യക്തതയോടെ കാര്യങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും. താൽക്കാലികമായി ജോലിയിൽ പ്രവേശിച്ചവർക്ക് സ്ഥിരീകരണത്തിനുള്ള അറിയിപ്പ് ലഭിക്കും. നിർമ്മാണ പ്രവർത്തനങ്ങളോട് ബന്ധപ്പെട്ട് ചില കരാറുകളൊക്കെ ഏറ്റെടുക്കേണ്ടതായി വരും. പ്രമേഹ രോഗികൾക്ക് അവരുടെ അസുഖം വർദ്ധിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇണയുടെ സ്വത്ത് സംബന്ധിച്ചിട്ടുള്ള തർക്കങ്ങളിൽ ചെന്ന് തല വെച്ച് കൊടുക്കാതിരിക്കുക. അവരുടെ കാര്യം അവർ തന്നെ സംസാരിക്കട്ടെ. കൂടുതൽ പ്രശ്നങ്ങൾ സങ്കീർണമാക്കരുത്. സിനിമ, നാടകം തുടങ്ങിയ കലാപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും അനുകൂല സാഹചര്യം വന്നു ചേരും. ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും ലഭിക്കുമ്പോൾ അത് പരിപൂർണമായി വിനിയോഗിക്കുകയും കർമ്മരംഗം കൂടുതൽ പുഷ്ടിപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്യണം. ദുർഗാദേവിയുടെ അനുഗ്രഹത്താൽ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. അമ്മയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ മഹാദേവനെയും മഹാവിഷ്ണുവിനെയും കൂടി പ്രാർത്ഥിക്കുമ്പോൾ ത്രയോദശി നാളായതുകൊണ്ട് പ്രദോഷ നോയമ്പെടുക്കാൻ പറ്റുമെങ്കിൽ വ്യാഴാഴ്ച ആയതുകൊണ്ട് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് സന്തതികൾക്കായി വ്യാഴാഴ്ച വ്രതം എടുക്കുന്നതും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കും. ചിങ്ങം രാശി. ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലുമൊക്കെ വിജയം പ്രതീക്ഷിക്കാം. വിദ്യാഭ്യാസ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. താൽക്കാലികമായി ജോലി പ്രവേശിച്ചിരുന്നവർക്ക് അവരുടെ ജോലി സ്ഥിരപ്പെടുത്തുവാനുള്ള കഴിവുകൾ തെളിയിക്കുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും. ശാരീരികമായ ക്ഷീണം അനുഭവപ്പെട്ടെന്ന് വരാം. അപ്പോൾ എപ്പോഴും ധാരാളമായിട്ട് ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കുകയും വെള്ളം കുടിക്കുകയുമൊക്കെ ചെയ്യണം. ക്ഷീണവും ആലസ്യം വരാതിരിക്കാൻ ജ്യൂസുകൾ ധാരാളമായി ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. മേലധികാരികളുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാവുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ജ്യൂസ് എന്ന് പറയുന്നത് കറുവപ്പട്ടയും അതുപോലെ തന്നെ ഇഞ്ചിയും, കറുവപ്പട്ട, ഇഞ്ചി, അല്പം പച്ചമഞ്ഞൾ, അതുപോലെ തന്നെ അല്പം കുരുമുളകൊക്കെ ഇട്ട് നല്ലോണം വെട്ടിത്തിളച്ച് 2 ഗ്ലാസ് വെള്ളം 1 ഗ്ലാസ് വെള്ളമാക്കി 1.5 ഗ്ലാസ് വെള്ളമാക്കി തിളപ്പിച്ച് ചെറു ചൂടോടെ കുടിച്ചാൽ നീർക്കെട്ടൊക്കെ മാറി ശരീരം നല്ലവണ്ണം ഒരു ആയാസത്തിൽ വന്നു ചേരുന്നതാണ്. ഇത് ഏത് രാശിയിലുള്ളവർക്കും ചെയ്യാം. നീർദോഷം കൂടുതൽ വരുന്നതിന് ചിങ്ങൻ രാശിക്കാർക്ക് നീർദോഷത്തിനുള്ള സാധ്യത കൂടുതലുള്ളത് കൊണ്ട് ഇവർ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറു ചൂടുവെള്ളം വെള്ളം തിളപ്പിച്ച് വെച്ചിട്ട് വെള്ളം ഇങ്ങനെ കുടിക്കുന്നത് എല്ലാവിധ ഫാറ്റും ഒഴിഞ്ഞു പോകുന്നതിന് സഹായിക്കും. അങ്ങനെ ഉദരരോഗവും ശാരീരിക അസ്വാസ്ഥ്യമൊക്കെ കുറഞ്ഞു കിട്ടുന്നതാണ്. ഇത് ഒരു നാടൻ പ്രയോഗമാണ്. ഇത് വളരെ പേർ ചെയ്ത് ഫലിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഉദരരോഗങ്ങൾ മാറ്റുന്നതിനുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ അതൊരു സോഫ്റ്റ് ഡ്രിങ്കായി തന്നെ നമുക്ക് പ്രയോജനപ്പെടുകയും ചെയ്യും. അപ്പം മേലധികാരികളുമായി അഭിപ്രായ വ്യത്യാസം വരുമ്പോഴെല്ലാം സംയമനം പാലിക്കുന്നത് വളരെ നന്നായിരിക്കും. മനസ്സിൽ എന്ത് തോന്നിയാലും വെട്ടി വെളിച്ചപ്പെടുത്തി പറയാതിരിക്കാൻ ശ്രമിക്കുക. പലപ്പോഴും അകാരണമായി ദേഷ്യം വരാനുള്ള പ്രവണതയുണ്ട്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ദേഷ്യത്തെ അടക്കി പ്രവർത്തിക്കുവാനുള്ള ഒരു ഊർജം വന്നു ചേരണം. ഏജൻസി ഏർപ്പാടുകൾ, പരസ്യങ്ങൾ മുഖേന ധാരാളം പണം ലഭിക്കുവാൻ സാധ്യതയുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള പരസ്യങ്ങളും ഏജൻസികളും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുക. വാഹനങ്ങൾക്ക് റിപ്പയറുകൾ ആവശ്യമായി വരാം. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും. പുതിയ പ്രത്യേക തരത്തിലുള്ള കോഴ്സുകൾ പ്ലാൻ ചെയ്യുകയും ജനപ്രിയമായ രീതിയിൽ അതിൻ്റെ വിശദീകരണങ്ങൾ നൽകി കുട്ടികളിലേക്ക് ശ്രദ്ധ ആകർഷിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നത് നന്നായിരിക്കും. ഉദ്യോഗത്തിൽ സ്ഥലം മാറ്റമുണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. പുതിയ വ്യാപാര സംരംഭങ്ങളിൽ ഏർപ്പെടും. വസ്തു സംബന്ധമായ പഴയ കേസുകളിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. ഇണയുമായി പിണങ്ങി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകാനിടയുണ്ട്. വളരെ കരുതിയിരിക്കുക. മാനസിക സുഖം പൊതുവെ കുറവായിരിക്കും. അപ്പോൾ വളരെ തന്നെ ആലോചനയോടുകൂടി കാര്യങ്ങൾ ചെയ്യുക.
ധനാഗമ മാർഗങ്ങൾ തൽക്കാലമായി അടഞ്ഞു പോയതുപോലെ തോന്നും. അപ്പം ചില എഗ്രിമെൻറ്റുകളൊക്കെ അലസിപ്പോയെന്നും വരാവുന്നതാണ്. പൂർവിക സ്വത്ത് അനുഭവയോഗ്യമാകും. പാർട്ട്ണർഷിപ്പ് ഏർപ്പാടുകളിൽ അഭിപ്രായ വ്യത്യാസവും വന്നു ചേരാം. കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതായി വരും. അഷ്ടമശനിക്കാലമാണ്. ശനീശ്വരനെ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുക. ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ്. അയ്യപ്പസ്വാമിയുടെ ദിവ്യരൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മനസ്സറിഞ്ഞ് ഭഗവാനെ പ്രാർത്ഥിക്കുക. വിഷ്ണുമായ സ്വാമിയെ പ്രാർത്ഥിക്കുന്നവർ അവരുടെ ഉപാസന കൂട്ടുക. അതുപോലെ തന്നെ മഹാദേവനെയും മഹാവിഷ്ണുവിനെയും പ്രാർത്ഥിക്കുക. സന്താനങ്ങളുടെ സദ്ഗതിക്കായി വ്യാഴാഴ്ച വ്രതമെടുക്കുന്നത്, പ്രദോഷ നോയമ്പെടുക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. അവനവൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രാർത്ഥന ചെയ്യുന്നതോടുകൂടി രാശിനാഥനായ സൂര്യഭഗവാനെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവിധ മംഗളങ്ങളും വന്നു ചേരും. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം എഴുത്തുകൾ മുഖേനയോ വ്യാപാര മുഖേനയോ ധാരണയിലധികം ധനം വന്നു ചേരുവാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നു. മാതാവിന് ചില്ലറ അസുഖങ്ങളൊക്കെ വരാം. എന്നാൽ എല്ലാം ഒരു നിയന്ത്രണത്തിൽ ആകും. പുതിയ കരാറുകൾ ഏറ്റെടുക്കും. ഭൂമി, വാഹനം എന്നിവയിൽ നിന്നൊക്കെ ചെറിയ രീതിയിലുള്ള വരുമാനമൊക്കെ ലഭിക്കും. പുതിയ ഗ്രഹനിർമ്മാണത്തിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു വയ്ക്കും. ഏജൻസി ഏർപ്പാടുകളിൽ നിന്നും അല്പം വരുമാനം പ്രതീക്ഷിക്കാം. പ്രതീക്ഷിച്ചത്രയും വരുമാനം ലഭിച്ചില്ലെങ്കിൽ പോലും നിരാശപ്പെടേണ്ട. തന്ത്രമൊന്ന് മാറ്റിയാൽ തീർച്ചയായും പണം വന്നു ചേരും. പൂർവികമായ ചില സ്മാരക വസ്തുക്കൾ കൈവശം വന്നു ചേരും. സർക്കാർ ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള നിയമന ഉത്തരവ് ലഭിക്കുവാനുള്ള സാധ്യതയും കാണുന്നു. വിദ്യാഭ്യാസ രംഗത്ത് പുതിയ പരിശീലന തന്ത്രങ്ങൾ ആവിഷ്കരിക്കും. അതിനുള്ള പരിശീലനങ്ങളൊക്കെ ലഭിക്കുന്ന സമയമാണ്. കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് അല്പം മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യുക. മാനസികമായ ഏകാഗ്രത ആവശ്യമുള്ള തൊഴിലുകൾ ഏറ്റെടുത്ത് ചെയ്യേണ്ടതായി വരും. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക. വൈവാഹിക ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് പതർച്ചകൾ ഉണ്ടെങ്കിലും ദിവസാവസാനമാകുമ്പോഴേക്കും എല്ലാവിധ സന്തോഷവും അനുഭവയോഗ്യമാവും. വിവാഹത്തിന് പരസ്യങ്ങളെ ആശ്രയിച്ചെന്ന് വരും. ടെക്സ്റ്റൈൽ ഷോപ്പുകൾ ആരംഭിക്കുകയോ ഉള്ളവയെ വികസിപ്പിക്കുകയോ ചെയ്യുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും. വിവാഹ കാര്യങ്ങൾക്കായി പുണ്ടരീകപുരത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വേളിയോത്ത് വഴിപാട് കഴിച്ചാൽ വിവാഹം നടക്കാത്തവർക്ക് പെട്ടെന്ന് വിവാഹം നടക്കുവാനുള്ള സാധ്യതകൾ വന്നു ചേരുന്നതാണ്. വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ധന്വന്തരമൂർത്തിയെ പ്രാർത്ഥിക്കുന്നത് വഴി, ഓം നമോ നാരായണ ജപിക്കുന്നത് വഴി, മഹാദേവൻ്റെ പ്രദോഷ നോയമ്പെടുക്കുന്നത് വഴിയൊക്കെ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതാണ്. ബിസിനസ് ആവശ്യവുമായി ദൂരയാത്രകൾ ചെയ്യേണ്ടതായി വന്നേക്കാം. വീടിനെ സംബന്ധിച്ച ചില കാര്യങ്ങളിൽ ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ വിഷമിക്കുമ്പോൾ വിഷയം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുന്നത് നന്നായിരിക്കും. കലാകാരന്മാർ, എഴുത്തുകാർ തുടങ്ങിയവർക്ക് അനുകൂല സമയമാണ്. കുടുംബ സ്വത്തിനെ പറ്റി ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും എല്ലാം ഭംഗിയായി കൊണ്ടുപോകാനായി മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്നത് നന്നായിരിക്കും. രാശിനാഥയായ മൂകാംബിക ദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മഹാദേവനെയും മഹാവിഷ്ണുവിനെയും പ്രാർത്ഥിച്ച് ദിവസം അർത്ഥപൂർണമാക്കി തീർക്കുക. തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഊഹക്കച്ചവടം, ഷെയർ മാർക്കറ്റ് എന്നിവയിൽ നിന്നും അല്പം വരുമാനം വർദ്ധിക്കും. പിതൃസ്വത്ത് അധീനതയിലാകും. വളരെ നാളുകളായി വെച്ചു പുലർത്തുന്ന ആഗ്രഹങ്ങൾ ചെറിയ രീതിയിൽ സാധിച്ചെടുക്കും. ബാങ്ക് ജീവനക്കാർക്ക് പ്രൊമോഷൻ സാധ്യത തെളിഞ്ഞു വരുന്ന ദിവസമാണ്. കെമിസ്റ്റുകൾക്കും റിസർച്ച് വിദ്യാർത്ഥികൾക്കും ഈ സന്ദർഭം വളരെ അനുകൂലമാണ്. വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം തെളിഞ്ഞു വരും. എല്ലാ രംഗത്തും കർമ്മ കുശലത വർദ്ധിക്കും. ഡോക്ടർമാർക്ക് പണവും പ്രശസ്തിയും ഒക്കെ ലഭിക്കുന്ന സമയമാണ്.
എഴുത്തുകുത്തുകളോ സംസാരമോ കാരണം ചെറിയ ശത്രുക്കളെ സൃഷ്ടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദൂരദേശത്തുള്ള സന്താനങ്ങൾക്ക് നാട്ടിലേക്ക് വരുവാനുള്ള സാഹചര്യം തെളിഞ്ഞു വരും. കുടുംബത്തിൽ കർമ്മങ്ങൾ നടക്കുവാനിടയുണ്ട്. മേലധികാരികളുമായി ഉണ്ടായ തർക്കങ്ങൾ പരിഹരിക്കപ്പെടും. പൂർവിക സ്വത്ത് അധീനതയിലാകും. ലേഖകന്മാർക്ക് അനുകൂല സമയമാണ്. എഴുത്തുകാർക്ക് പണവും പ്രശസ്തിയും വർദ്ധിക്കും. കലാപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടാൻ അവസരമുണ്ടാകും. എല്ലാ രംഗങ്ങളിലും അധ്വാനിച്ച് പ്രവർത്തിക്കുന്നതോടൊപ്പം അല്പം തൻ പ്രമാണിത്വം പ്രദർശിപ്പിച്ചുവെന്നും വരാം. പുതിയ ശൈലി ബിസിനസ്സിൽ ആരംഭിക്കുവാൻ ഇടയുണ്ട്. എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാവട്ടെ. വിദ്യാർത്ഥികൾക്ക് മെച്ചമായ പരീക്ഷാ വിജയമുണ്ടാകും. പുതിയ വിജ്ഞാന ശാഖകളുമായി ബന്ധപ്പെട്ട് പരിചയപ്പെടാനും പുതിയ കോഴ്സുകളെക്കുറിച്ച് വിശകലനം ചെയ്യുവാനുമുള്ള അവസരം ലഭിക്കും. കുടുംബജീവിതം അല്പം സന്തോഷം നിറഞ്ഞതായിരിക്കും. നാശനഷ്ടങ്ങളൊക്കെ വരാനിടയുള്ളത് കൊണ്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. വീട്ടുപകരണങ്ങളൊക്കെ അടുക്കളകളൊക്കെ അലക്ഷ്യമായി ഉപയോഗിക്കാതിരിക്കുക. പൊതുവെ പറഞ്ഞാൽ മനസ്സിന് സന്തോഷം തരുന്ന സന്ദർഭങ്ങൾ സ്വയം സൃഷ്ടിക്കുന്നത് വളരെ നന്നായിരിക്കും. രാശിനാഥയായ മഹാലക്ഷ്മിയെയും മഹാവിഷ്ണുവിനെയും മഹാദേവനെയും പ്രാർത്ഥിച്ച് ദിവസം കൂടുതൽ അർത്ഥപൂർണമാക്കുന്നത് നന്നായിരിക്കും. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദൂരസ്ഥലത്ത് നിന്ന് പ്രോത്സാഹനജനകമായ കത്തുകൾ ലഭിക്കുന്നതാണ്. പൊതുപ്രവർത്തകർക്ക് മറ്റുള്ളവരുടെ ആദരവിനൊക്കെ അവർക്ക് പാത്രീഭൂതരാകും. ഇണയ്ക്ക് അല്പസ്വല്പ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരാം. ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാകാം. ഉദ്യോഗത്തിലും ധനസ്ഥിതിയിലും ഉയർച്ച ഉണ്ടാകും. തീരുമാനിച്ചുറച്ച വിവാഹ കാര്യങ്ങൾ മുടങ്ങിപ്പോയെന്ന് വരാം. അതിൽ വിഷമിക്കേണ്ട. പ്രാർത്ഥന കൊണ്ട് നമുക്ക് പുതിയ വിവാഹ ബന്ധങ്ങളെക്കുറിച്ച് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കാം. സ്ത്രീകൾ മുഖേന അധിക ചിലവ് വരാനുള്ള സാധ്യത കാണുന്നു. ഒന്ന് ശ്രദ്ധിച്ച് പണം ചിലവഴിക്കുക. ആവശ്യമായ തൊഴിലവസരങ്ങൾ തെളിഞ്ഞു വരും. അതിനനുസരിച്ചുള്ള രീതിയിൽ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തുക. ബിസിനസ് മെച്ചപ്പെടും. സമൂഹത്തിൽ ആകാനുള്ള സാധ്യതയുണ്ട്. വളരെ കരുതിയിരിക്കുക. മുറിവുകൾ, ചതവുകൾ, ക്ഷതങ്ങൾ, അപകടങ്ങളൊക്കെ ചെറിയ രീതിയിൽ അപകടങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് രാശിനാഥയായ ഭദ്രകാളി അമ്മയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നതും വീഴ്ചകളൊക്കെ വരാതിരിക്കാൻ ഗണപതിക്ക് നാളികേരമടയ്ക്കുന്നതും പ്രദോഷ നൊയമ്പെടുക്കുന്നത്, അതുപോലെ മഹാദേവനെ പ്രാർത്ഥിക്കുന്നത്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നത്, വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. എല്ലാവിധ പ്രതികൂല പരിസ്ഥിതിയെ അതിജീവിച്ച് തൊഴിൽ രംഗത്ത് പുരോഗതി വരുത്തുന്നതിനായി പലതരം സുഖഭോഗങ്ങൾ അനുഭവിക്കുന്നതിനുമുള്ള എല്ലാവിധ സാഹചര്യവും ഉണ്ടാവട്ടെ. സേവന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തി അതിൽ വിജയം കണ്ടെത്തുവാൻ സാധിക്കും. ബിസിനസ് കാര്യങ്ങളിൽ സർക്കാർ ഇടപെടലുകൾ ഉണ്ടാകും. ഹർജികളും നിവേദനങ്ങളും ഒക്കെ മാനിക്കും. പൊതുവെ ഏറ്റവും അനുകൂലമായ ഒരു ദിവസമാക്കി തീർക്കുവാൻ ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. മഹാദേവൻ്റെയും അനുഗ്രഹം ഉണ്ടാകും. മഹാവിഷ്ണുവിനെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ ദിവസം കൂടുതൽ ശോഭനമായി തീരും. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ മനസ്സിനിണങ്ങുന്ന രീതിയിൽ ഒന്നിലധികം പ്രശ്നങ്ങൾ വരും. എല്ലാം ഒന്നൊന്നായി നേരിടേണ്ടതായും വരും. കടം വാങ്ങിയും സുഖഭോഗങ്ങൾക്കായി ചെലവഴിക്കുകയും അതുവഴി കഷ്ടനഷ്ടങ്ങൾ വരികയും ചെയ്യും. മേലധികാരികളിൽ നിന്നാണെങ്കിൽ വേണ്ടത്ര സഹകരണം ലഭിക്കുകയുമില്ല. വാക്കുതർക്കങ്ങളിൽ നിന്ന് കഴിയുന്നതും ഒഴിഞ്ഞു മാറുന്നതാണ് ബുദ്ധി. ഗ്രഹത്തിൽ സൽക്കർമ്മങ്ങൾ നടത്തുക, അതുപോലെ തന്നെ സത്യനാരായണ പൂജയൊക്കെ ചെയ്യാൻ കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ദാനധർമ്മങ്ങൾ ചെയ്യുക, ഓം നമഃ ശിവായ ജപിക്കുക, ഭജനകളൊക്കെ സംഘടിപ്പിക്കുന്നത് നന്നായിരിക്കും. കുടുംബാന്തരീക്ഷം പൊതുവെ സുഖകരമായിരിക്കുന്നതിനായി ദൈവിക പ്രാർത്ഥന വളരെ ഗുണം ചെയ്യും. ചെയ്യുന്ന പ്രവൃത്തികളിൽ ലാഭമുണ്ടാകും. തൊഴിൽശാലകളിൽ പണിയെടുക്കുന്നവർക്ക് അവിടെ പണിമുടക്ക് സാധ്യത വരാനുണ്ട്. അതുകൊണ്ട് വളരെ കരുതി ജോലി ചെയ്യുക. സ്വർണമോ പണമോ യാത്രക്കിടയിൽ നഷ്ടപ്പെടുവാൻ യോഗമുള്ളതുകൊണ്ട് എല്ലാം കരുതിയിരിക്കുന്നത് നന്നായിരിക്കും.
കുടുംബാന്തരീക്ഷം പൊതുവേ സുഖകരമായിരിക്കും. അതുപോലെ തന്നെ ബന്ധുക്കളെ കൊണ്ട് ഗുണമുണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ വിജയം വന്നു ചേരും. കർമ്മസ്ഥാനം മോടി പിടിപ്പിക്കുന്നതിന് വേണ്ടി അല്പസ്വല്പം പണം ചിലവഴിക്കും. വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിനുള്ള യോഗം കാണുന്നു. രാഷ്ട്രീയക്കാർക്ക് വളരെ അനുകൂലമായ സമയമാണ്. ഭൂസ്വത്ത് സംബന്ധിച്ച സംശയങ്ങളെല്ലാം പരിഹരിക്കപ്പെടും. എല്ലാ രംഗങ്ങളിലും കൃത്യനിഷ്ഠ പാലിക്കുന്നതാണ്. തപാൽ, ടെലിഫോൺ വകുപ്പുകളിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റവും സ്ഥാനമാറ്റവും പ്രതീക്ഷിക്കാം. ഗൃഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കും. പുതിയ വാഹനങ്ങൾ വാങ്ങും. ആരോഗ്യം അല്പം ആശങ്കയിലാണ്. ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ധന്വന്തരമൂർത്തിയെ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. മഹാദേവന് നമഃശിവായ ജപിക്കുന്നത്, അതുപോലെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തുളസിയില സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്, പൂരം നാളായതുകൊണ്ട് അമ്മയെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ദിവസം കൂടുതൽ അർത്ഥപൂർണമായി തീരും. മകരം രാശി. ജോലിക്കായി വളരെ പരിശ്രമിക്കുമെങ്കിലും പരിശ്രമത്തിനനുസരിച്ചിട്ടുള്ള വിജയം കാണുന്നില്ല. കിട്ടിയ ജോലിയിൽ അത്ര മനസമാധാനത്തോടുകൂടി ജോലി ചെയ്യാനുള്ള സാഹചര്യം ഇല്ല എന്ന് ആദ്യം തന്നെ നമുക്ക് ബോധ്യപ്പെടും. പിന്നീട് അതിലേക്ക് ഇങ്ങനെ സഹിച്ച് അവസാനം വിജയത്തിലേക്ക് എത്തുവാൻ സാധിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി ജോലികൾ ചെയ്യുക. സ്ഥാനക്കയറ്റവും സ്ഥലം മാറ്റവും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇഷ്ടപ്പെട്ട വകുപ്പുകളിലേക്ക് തന്നെ സ്ഥാനമാറ്റം കിട്ടുന്നതിന് വേണ്ടി പരിശ്രമിക്കുക. ഗൃഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കും. പുതിയ വാഹനങ്ങൾ വാങ്ങും. അതുപോലെ തന്നെ ആരോഗ്യകാര്യങ്ങളിൽ അത്യന്തം ശ്രദ്ധ പതിക്കണം. കാരണം ഉദര രോഗങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. പാനീയങ്ങൾ ധാരാളമായി ഉപയോഗിക്കുക. പ്രത്യേകിച്ചും പറഞ്ഞില്ലേ, കറുവപ്പട്ടയും ഇഞ്ചിയും പച്ചമഞ്ഞളും കുരുമുളകും ഒക്കെ ചതച്ചിട്ട് മല്ലിയിലയും ഇത്തിരി അയമോദവും കൂടെ ചേർത്തിട്ടുള്ള പാനീയം കഴിച്ചാൽ, തിളപ്പിച്ച് പാനീയം ഉണ്ടാക്കി കുടിച്ചാൽ എല്ലാവിധ ഉദര രോഗങ്ങളും മാറും. നീർക്കെട്ടൊക്കെ മാറി ശരീര സൗഖ്യം നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കും. കുടുംബാന്തരീക്ഷം സന്തോഷകരമായി കൊണ്ടുപോകാനുള്ള എല്ലാവിധ ആർജവും ഉണ്ടാവും. അതുപോലെ തന്നെ ജോലിക്ക് പറഞ്ഞില്ലേ, കിട്ടുന്ന സാമ്പത്തികമായി വരുമാനം കൂടും. കിട്ടുന്ന ജോലിയിൽ ഒട്ടും മനസ്സംതൃപ്തി ഇല്ലാതെ അറച്ചറച്ച് ജോലി ചെയ്യുന്നത് പോലെ അപകടത്തിൽ പെടുവാനോ അല്ലെങ്കിൽ അപ്രിയം ഉണ്ടാവാനോ സാധ്യതയുണ്ട്. ഈ ജോലിയല്ല എൻ്റെ ജോലി, എനിക്ക് നല്ല ജോലി കിട്ടും എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് തന്നെ ആ കിട്ടിയ ജോലി നന്നായി ചെയ്താൽ മാത്രമാണ് എനിക്ക് നല്ലൊരു ജോലി കിട്ടുക എന്നുള്ള വിശ്വാസത്തോടുകൂടി ഈ ജോലി ആസ്വദിച്ച് ചെയ്യാൻ ശ്രമിക്കൂ. തീർച്ചയായും വിജയമുണ്ടാകും. ജോലിസ്ഥലത്തെ പ്രശ്നങ്ങൾ സ്വയം പരിഹരിക്കുന്നതാണ് നല്ലത്. ക്ഷേത്ര പൂജാരികളുമായിട്ട്, ക്ഷേത്രത്തിൻ്റെ പ്രധാന പൂജാരിയൊക്കെ ആയിട്ട് സംസാരിച്ച് അത്യാവശ്യ വഴിപാടുകളൊക്കെ കഴിക്കുമ്പോൾ മനസ്സിന് സന്തോഷവും സമാധാനവും ലഭിക്കും. പൂജാതി കർമ്മങ്ങൾ ചെയ്തിരിക്കുന്നവർക്ക് ഉന്നത പദവി ലഭിക്കുന്നതാണ്. ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നത് മൂലം അതിനുള്ള പുണ്യക്ഷേത്ര ദർശനം നടത്തുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും. ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കൂടും. കുടുംബത്തിൽ നിന്നും അകന്നു നിൽക്കേണ്ടതായ സാഹചര്യം വരും. ധർമ്മശാസ്താവിനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നത് എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തി കിട്ടുന്നതിന് സഹായകം. രാശിയും ക്ഷേത്രകാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സാഹചര്യം വന്നു ചേരുന്നതാണ്. ബന്ധുക്കളെ കൊണ്ട് ഉണ്ടാകുന്നതാണ്. ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കൂടുതലെന്നും അതിനനുസരിച്ച് കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും വന്നു ചേരും. എല്ലാ രംഗങ്ങളിലും കൃത്യനിഷ്ഠ പാലിക്കുന്നതാണ്. തപാൽ, ടെലിഫോൺ എന്നീ വകുപ്പുകളിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം. സ്ഥലം മാറ്റവും ലഭിക്കും. ഗൃഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കും. പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനുള്ള വഴി വന്നു ചേരുന്നു. രാഷ്ട്രീയക്കാർക്ക് വളരെ അനുകൂല സമയമാണ്. കർമ്മസ്ഥാനം മോടി പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ്. കുശലത കൊണ്ട് വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുവാൻ സാധിക്കും. വീണയുടെ സ്വത്ത് സംബന്ധിച്ച തർക്കങ്ങളിൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കുകൊള്ളുവാനുള്ള സാധ്യതയുണ്ട്. ചിട്ടിക്കമ്പനികൾ നടത്തുന്നവർക്ക്
അല്പം പണ്ടത്തിന്മേൽ പണമൊക്കെ കൊടുക്കുന്നവർക്ക് ഗവൺമെൻറ്റിൽ നിന്നുള്ള പ്രയാസങ്ങൾ നേരിടേണ്ടതായി വരും. രേഖകളെല്ലാം കറക്റ്റായി ചെയ്ത് സൂക്ഷിച്ചു വയ്ക്കുക. കടം കൊടുത്ത പണം തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതായി വരും. കർമ്മസ്ഥലത്തുള്ള പ്രശ്നങ്ങൾ അല്പം ഈ തൊഴിലാളികൾ കൂട്ടമായി ലീവ് എടുത്തിട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള ഒരു യോഗവും കാണുന്നു. ഒന്ന്, കർമ്മരംഗം കൂടുതൽ ഒരു കവചം കെട്ടി സൂക്ഷിക്കുന്നത് നല്ലതാണ്. ദൈവിക പ്രാർത്ഥനയാൽ കവചം, ദേവീ മഹാത്മ്യത്തിലെ കവചം ചൊല്ലിക്കൊണ്ട് തന്നെ നമുക്ക് കർമ്മം ബന്ധിച്ച് നിർത്താവുന്നതാണ്. അനുയോജ്യമായ രേഖകളൊക്കെ സൂക്ഷിച്ചു വയ്ക്കുന്നത് നന്നായിരിക്കും. നിയമന ഉത്തരവിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള ഉത്തരവ് ലഭിക്കും. സന്തോഷകരമായ കുടുംബജീവിതത്തിന് പെട്ടെന്ന് യോഗങ്ങൾ വന്നു ചേരുന്നതാണ്. ഭാര്യ കുടുംബത്തിൽപ്പെട്ടവരുമായി അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സർപ്പഭയമോ അല്ലെങ്കിൽ ദംശനത്തിനുള്ള ഒരു തേള് കുത്തുകയോ ഒരു പഴുതാര കുത്തുകയോ പോലും ചെയ്യുന്നതിനുള്ള സാഹചര്യമുണ്ട്. കടന്നൽ കുത്തിയാൽ പോലും അപ്പം അതിനൊക്കെയുള്ള വഴി വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഭക്ഷണ പാനീയങ്ങളിൽ വളരെ ശ്രദ്ധ വഹിക്കുക. ഫുഡ് പോയ്സൺ ആവാതിരിക്കുന്നതിനും പ്രത്യേകം ശ്രദ്ധിക്കണം. സമുദായത്തിൽ മാന്യതയും അംഗീകാരവും ലഭിക്കും. തങ്ങളുടെ രചനകൾക്ക് ചിലപ്പോൾ അവാർഡ് വരെ ലഭിക്കുവാനുള്ള യോഗം കാണുന്നു. അത് സാംസ്കാരിക രംഗത്ത് മാനിക്കപ്പെടുവാനുള്ള അവസ്ഥയും വന്നു ചേരും. എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തിക്കൊണ്ടുപോകാൻ രാശിനാഥനായ വിഷ്ണുമായ സ്വാമിയുടെ, ചത്തൻ സ്വാമിയുടെ, അയ്യപ്പസ്വാമിയുടെ ഒക്കെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തുവാൻ മഹാദേവനെയും മഹാവിഷ്ണുവിനെയും കൂടി പ്രാർത്ഥിക്കുമ്പോൾ ദിവസം എല്ലാവിധ ശോഭയോടുകൂടി പര്യവസാനിക്കുന്നതാണ്. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പിതാവിൻ്റെ അനുഗ്രഹശാസ്ത്രത്തോടെ പുതിയ കർമ്മം തുടങ്ങും. സാമ്പത്തികമായി അല്പം പുരോഗതി ഉണ്ടാവും. ലോണുകൾ പെട്ടെന്ന് ശരിപ്പെട്ട് കിട്ടുന്നതാണ്. സുഹൃത്തിൻ്റെ കുടുംബത്തിൽ ദുഃഖകരമായ അവസ്ഥ വന്നു ചേരും. രേഖകളിൽ ഒപ്പുവയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക. കൂട്ടു ബിസിനസ്സിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. വഞ്ചിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. വീടിൻ്റെ കിഴക്ക് വശത്തുള്ള വൃക്ഷത്തിന് നാശം സംഭവിക്കാം. പ്രീതി വരുത്തുന്നത് നന്നായിരിക്കും. ഭാഗ്യാന്വേഷികൾക്ക് ഈ സമയം വളരെ അനുകൂലമാണ്. ദൂരസ്ഥലങ്ങളിലുള്ള സുഹൃത്തുക്കൾക്ക് വഴി ധനസഹായം വന്നു ചേരും. മൂത്രാശയ രോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. ധാരാളം വെള്ളം കുടിക്കുന്നത് നന്നായിരിക്കും. നല്ല ഔഷധ ഗുണമുള്ള പാനീയങ്ങൾ കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കറുവാപ്പക്കട്ടയും ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമഞ്ഞളും കുരുമുളകും ഒക്കെ ഇട്ട് നല്ല രസമോ അല്ലെങ്കിൽ പാനീയമോ ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ നീർദോഷങ്ങളെല്ലാം മാറും. ചിട്ടിക്കമ്പനികളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അല്പം ശ്രദ്ധ ആവശ്യമായ സമയമാണ്. എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധിച്ച് കാര്യം ചെയ്യുന്നത് നന്നായിരിക്കും. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി ദൃശ്യമാണ്. വീട്ടിൽ പൂജാതി കർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള യോഗം കാണുന്നു. സർവീസിൽ പ്രമോഷനൊക്കെ സാധ്യതയുണ്ട്. ധനപരമായ കാര്യങ്ങളിൽ സർക്കാർ ഇടപെടലുകൾ ഉണ്ടാവാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാവിധ സന്തോഷവും അനുഭവയോഗ്യമായി തീരാൻ മഹാദേവനെയും മഹാവിഷ്ണുവിനെയും പ്രാർത്ഥിക്കുക. ദാനധർമ്മങ്ങൾ ചെയ്യുക. ആത്മീയ യാത്രകൾ സംഘടിപ്പിക്കുക. പ്രഭാഷണങ്ങളിലൊക്കെ പങ്കെടുക്കുക. പൂരം നാളായതുകൊണ്ട് ദേവി അമ്മയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവിധ ഐശ്വര്യവും നിലനിന്ന് കിട്ടും. 27 നക്ഷത്രക്കാർക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാം നിലനിർത്തി തരുവാൻ ശൈവ വൈഷ്ണവ ശാക്തേയ ശക്തികൾക്ക് സാധിക്കട്ടെ. അവരുടെ അനുഗ്രഹത്താൽ, കുടുംബ പരമദേവതയുടെ അനുഗ്രഹത്താൽ എല്ലാം മംഗളമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.